ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലാസ്റ്റ് വീഡിയോയിൽ 10 ദിവസം കൂടെ ഉള്ളെന്ന്. പക്ഷെ അത് ലേറ്റായി പോട്ടോ ആ വീഡിയോ ഇടാനായിട്ട്. അതുകൊണ്ടാണ് ഇനി എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ 2 ദിവസം കൂടി ഉള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചെറിയൊരു പാർട്ടി വരുന്നുണ്ട് കേട്ടോ. അവിടെ പോവാം നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. മറ്റ് ജോബിനൊക്കെ പോകുമ്പോൾ ഇങ്ങനൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇതൊരു ഓൾഡ് ഏജ് ഹോം ആയതുകൊണ്ട് കുറേ മലയാളികൾ ഉള്ളതുകൊണ്ടും അവർ നമ്മുടെ വൈബിനനുസരിച്ചുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് 45 ദിവസത്തെ റിലീവർ ഡ്യൂട്ടിക്ക് ശേഷം ഇങ്ങനൊരു ചെറിയ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ സ്ഥലത്തുനിന്നും നമ്മൾ ജോബ് അവസാനിപ്പിച്ച് പോകുമ്പം ഇങ്ങനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമ്മളെ വെട്ടിയെടുത്തുകൊണ്ട് വണ്ടി വിടുക, അത് മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ ഓൾഡ് ഏജ് ഹോം ആയതുകൊണ്ടാണ് ഈ ഒരു ഗുണം. നിങ്ങൾ വിചാരിക്കും ഭയങ്കര എന്തോ സംഭവമാണെന്ന്. അങ്ങനൊന്നുമില്ല. ഫുഡ് ദോശ, ചട്നി, സാമ്പാർ, പിന്നെ ഓംലെറ്റ്. ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നിയേക്കാൻ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ നിസ്സാരമായിട്ടുള്ളൊരു ഫുഡാണെങ്കിലും ഞങ്ങൾക്കിത് ഭയങ്കര സംഭവം കേട്ടോ. വല്ലപ്പോഴും വീണ് കിട്ടുന്നൊരു അവസരമായിട്ട് ഞങ്ങൾ കാണുന്നത് ഇങ്ങനത്തെ ഫുഡൊക്കെ. അതുകൊണ്ട് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് വരാം. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നലെ ഞാനും അഞ്ജുവും കൂടി ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ആദ്യം ഇവര് ബിരിയാണിയാണ് ആദ്യമേ സജസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞത് പായസമായി. പിന്നെന്തുവായിരുന്നു? അപ്പവും ചിക്കൻ സ്റ്റൂ ആയി. ഇപ്പം ദോശയും ചട്നിയും. ഗൂഢാലോചന. ഇതൊക്കെ എൻ്റെ യാത്രയപ്പിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഒരു വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ. ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകും കേട്ടോ. ഫുഡ് ഉണ്ടാക്കാനുള്ള. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ക്രിയാറ്റീവ് എന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ ബെത്താവത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഒരു സെൻറ്ററിൻ്റെ സിറ്റി സെൻറ്ററിൻ്റെ നടുക്കാണ്. അപ്പോൾ ഇവിടെ വെച്ചാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്കിപ്പോൾ മണിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇതുണ്ട്. പിന്നെ കോഫി ഷോപ്പ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് വലുതും ചെറുതായിട്ട് അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട്, പിന്നെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന വുമൺസിനുള്ളതുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ. കാണാനാണെങ്കിലും ബസ്സൊക്കെ കിട്ടുന്ന സൗകര്യമാണെങ്കിലും എല്ലാം പൊളി അടിപൊളി സ്ഥലം. ഇത് നമ്മുടെ ഈ കടേൻ്റെ പേര് അദാമ എന്നാണ്. പക്ഷേ ഇതിൽ ഇന്ത്യൻ സ്പൈസസ് മെയിനായിട്ട് നമ്മുടെ പൊടികളും കാര്യങ്ങളും തേങ്ങാപ്പൊടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് ഇത്. കൊള്ളാമല്ലോ. നല്ല വേറൊരു മണമില്ലേ ഇവിടെ. തേങ്ങാപ്പാലൊക്കെ ഉണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിലോ ഇതല്ലേ. എന്നിട്ട് നമ്മുടെ മിൽക്കി ബാറിന്റെ കൊള്ളാം. തേങ്ങാക്കൊത്ത്. כן, אתה... אני בא לפה. אתה בן את הילדים שלך, אבל... רואה את הילדים שלך. יש כבד. ഹീബ്രുവിൽ കില്ലാടിയാണ് ഇവള്. איך אתה בסדר? ആ എളിമുണ്ട്, അങ്ങനൊന്നും ഇല്ലെന്ന്. അത്യാവശ്യം ജീവിച്ചു എന്നുള്ളതാണ്.
2-3 കമ്പനീൻ്റെ ക്ലിനിക്കുകളുണ്ട്. പിന്നെ ഇതാണ് മണി എക്സ്ചേഞ്ച് ഉണ്ടോ. ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വരുന്നവർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കും. എൻ്റെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ, മനസ്സിലാവും. അതെ, ഇവിടെ എല്ലാം ആക്സസ് ആയിട്ടുള്ള ഏരിയകളാണ്, എല്ലാത്തിനുള്ള സൗകര്യം. അതെ, നല്ലൊരു പ്ലേസ്. ഒരുപാട് ലൗഡായിട്ടുള്ള സ്ഥലവുമല്ല, പക്ഷെ കാമാണ്, കാമാൻ കോയിട്ടാണ്. ഇവിടാണ് ഇവിടുത്തെ കോഫി ഷോപ്പിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കോഫി കുടിക്കാൻ വരുന്നത്. കോഫി ഷോപ്പായത്. ചട്നി ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി എൻ്റെ ആയിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ മിക്സിയൊക്കെ കൊണ്ട് തന്നു. അങ്ങനെ ഞാനിന്ന് ചട്നിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുക. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരു 1 അവറിന് മുമ്പാണ് ഞാൻ ചട്നി ഉണ്ടാക്കിയത്. ഇപ്പം തണുത്തിട്ടുണ്ടാവും. നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തിയായിട്ട് നമ്മൾ താഴേക്ക് പോവാണേ. ഇവിടെ ഓംപ്ലേറ്റ് അടിക്കാൻ പോവാണ്. പൊയ്ക്ക് പോയിട്ട് ചൂടാ ഇപ്പൊ ഇതാക്കിയല്ലോ. ലിസി വേഗം ഇരിക്കും, ഉഷാറാകട്ടെ ഇങ്ങോട്ട്. പറഞ്ഞാല് നിങ്ങൾ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റ് ഉള്ള ഓംപ്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. മിക്സ് ചെയ്തൊക്കെ ഇത് നമ്മുടെ പോതിന്റെ ഒരു മുത്തുമണിയുണ്ട്, ഒരു ആൺതരി അല്ല, എന്നാലും കുറെ നാൾ ഇവിടെ ഉണ്ടായിരുന്ന ഷിബു ആണ് മുട്ടേന്റെ ആള്. ഓൾറെഡി ഹോമിന്റെ പേരെന്തുവായിരുന്നു? നോക്ക് എന്റെ പോലെ പറയാ ആദ്യത്തെ മുട്ട തന്നെ 5 കരിച്ചിരിക്കുവാണ്. അത് അവള് തന്നെ കഴിക്കും. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ഗൈസ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ കൊച്ചു കുട്ടികൾ വരച്ച ചിത്രങ്ങളാണെന്ന്. അതല്ല, ഇവിടുത്തെ അമ്മച്ചിമാരും അപ്പച്ചിമാരും ഒക്കെ വരയ്ക്കുന്ന കേട്ടോ. ഇത് അടിപൊളിയല്ലേ? പിയാനോ. ഇത് വർക്കിംഗ് ആണ്. എങ്കിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു കലാകാരിയാണ് ഗൈസ്. ഇങ്ങനെ കണ്ടാകത്തരുതേ. നമുക്ക് രണ്ടർക്ക് വായിക്കുക. എന്തോടി എന്താണ്ട് ഇത് പറയല്ലോ ഇതിന്? അപസ്വരവും രണ്ടുപേരും കൂടെ കുളമാക്കും. ഇത് മറ്റേ ദേവദൂതനകത്ത്, അത് ദേവദൂതനകത്ത് ഇങ്ങനെ അതിങ്ങനെ മോഹൻലാലിങ്ങനെ അടിപൊളിയായിട്ടാക്കുന്നല്ലേ.
അത് സെറ്റാണല്ലോ. ഇവിടെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതുണ്ട്. പുറത്തൊക്കെ അറിയാൻ തോന്നുന്നു പുള്ളിക്കാരിക്ക് കേട്ടോ. ഞാനും കൂടെ നോക്കട്ടെ. സിംഗിള് മതി. ബില്ല് ഇവിടെ പേ ചെയ്ത് തരാ. വീഡിയോ എടുക്കുന്നതിന് ഓണറെ വള്ളിച്ചെരുപ്പ്. അതാരും എടുക്കല്ലേ. എന്തെങ്കിലും തരുമോ? എല്ലാരും പറ ബാംഗ്ലൂരുകാരൻ എന്തേ? എടേ ബാംഗ്ലൂരി ഹായ്. എങ്ങനെയുണ്ട് ചട്നി? സൂപ്പർ. ചട്നി സൂപ്പർ. ദോശയും സാമ്പാറും ചമ്മന്തിയും മുട്ട എല്ലാം സൂപ്പർ കേട്ടോ. എല്ലാം സൂപ്പർ അല്ലേ? ഉണ്ടാക്കിയ എല്ലാവർക്കും താങ്ക് യു. അതെ വളരെയധികം നന്ദി. ദോശ ചുട്ട ആരാ? ചേച്ചി ദോശയുടെ അരച്ചു, അഞ്ചു ചേച്ചിയുടെ ചുട്ടു, പിന്നെ മുട്ട ഷിബു മിക്സ് ചെയ്തു, പിന്നെ അജിത ചേച്ചിയുടെ ചട്നി, പിന്നെ ബെറ്റി ചേച്ചിയുടെ സാമ്പാർ. കാണാൻ തന്നെ നിങ്ങളെ പോലെ അഴകുണ്ട്. സൂപ്പർ. അപ്പൊ ഇത്രയും ചുരുങ്ങിയ ടൈം കൊണ്ട് ഇത്ര സെറ്റപ്പ് ഒക്കെ ചെയ്തെന്ന് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കേട്ടോ. എന്നെ കുറിച്ച് എല്ലാരും ഒന്ന് പുകഴ്ത്തിക്ക്. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും നന്നായിട്ട് അമ്മച്ചീനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ നോക്കിയിട്ടില്ല, അത് വേറെ സത്യം. വന്നപ്പോ വർത്തമാനൊന്നും പറയത്തില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ആദ്യം ഒരു ഇതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വർത്തമാനം ഭയങ്കര വർത്തമാനമില്ല. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പാർട്ടി ഒക്കെ തന്നെ ഞങ്ങളെ ആദ്യമായിട്ട് യൂട്യൂബിൽ ഞങ്ങളെ യൂട്യൂബിൽ വൈറലാക്കി വൈറലാക്കി എന്നുള്ള നിലയിൽ ഞങ്ങള് മറക്കില്ല. സ്നേഹാദരങ്ങൾ
അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണത്തിനും ദോശയ്ക്കും സാമ്പാറും മുട്ട വച്ചാനും എല്ലാത്തിനും നന്ദി നമസ്കാരം. നന്ദി. അപ്പൊ ഞങ്ങൾ പിരിയുകയാണ് ഗൈസ്. ഡാൻസ് ഒക്കെ കളിച്ചു അടിച്ച് പൊളിച്ച് ഞങ്ങൾ പിരിയാണ്. പെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങോട്ടും താങ്ക് യു ഓൾ.